എന്തുവാ രാവിലെ തന്നെ രണ്ടെണ്ണം കളച്ചെടുക്കാൻ വന്നിരിക്കും അല്ലയോ? ഇല്ല അല്ല, നമ്മളിന്ന് പൊളിക്കും. സെറ്റ് വരാനൊന്നും ഇങ്ങോട്ട്. നീ വെക്കോ. പേരെന്തോ? അനന്യ. എന്തുവാ? അനന്യ. അനന്യ. ഒച്ചയില്ലേ? ചുണ്ടത്തെന്താ ലിപ്സ്റ്റിക് ആണോ? ഫാഷൻ ആണോ മോളെ? എപ്പോഴും ലിപ്സ്റ്റിക് ഇടാറുണ്ട്. ആദ്യം തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടേണ്ടി വരുവാണോ? നാളെ തൊട്ട് ഇതൊന്നും വേണ്ട കേട്ടല്ലോ. എനിക്ക് ക്ലാസ്സിൽ പോകണം. പോയിട്ട് ഇത്ര ധൃതി എന്തിനാ? ഇവിടെ നിൽക്കുക. ഞങ്ങൾ കുറച്ച് ആരും ചോദിക്കട്ടെ. നീ എന്തിനാ ക്ലാസ്സിൽ പോകുന്നില്ല? ഇന്ന് നീ പോകണ്ട, ഇന്ന് ഞങ്ങൾ കൂടെ വൈകിട്ട് വീട്ടിൽ കൊണ്ടാക്കാം. എന്ത് പറ്റി? നീ ഓക്കെ അല്ലേ? കള്ളി നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ ചേട്ടൻ എന്നെ ഇഷ്ടമാണ്. എന്റെ കൂടെ വാ, നിന്റെ പേടിയൊക്കെ ഞാൻ മാറ്റി തരാം. എന്റെ കൂടെ വന്നാ മതി. ഇഷ്ടപ്പെട്ടാ മതി. ഏയ് പേടിക്കുന്നേ, ഞങ്ങൾ സീനിയേഴ്സ് അല്ലേ. ഞങ്ങൾ നിന്നെ കടിച്ച് തിന്നാനൊന്നും പോകുന്നില്ലല്ലോ. നീ എന്തിനാ എത്ര പേടിക്കുന്നേ? എനിക്ക് പോകണം. What Ananya experienced is not a joke, tradition, or harmless fun. It is ragging, and ragging is a crime. UGC 2009 ആന്റി റാഗിംഗ് റെഗുലേഷൻസ് പ്രകാരം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് നിരോധിച്ചിരിക്കുന്നു. റാഗിംഗിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ, റസ്റ്റിക്കേഷൻ, കോളേജിൽ നിന്ന് പുറത്താക്കൽ, സ്കോളർഷിപ്പ് റദ്ദാക്കൽ, പരീക്ഷകളിൽ നിന്ന് വിലക്ക് എന്നിവ ഉൾപ്പെടുന്ന ശിക്ഷകൾ ലഭിക്കാം. റാഗിങ്ങിന്റെ സ്വഭാവം അനുസരിച്ച് BNS 2023 പ്രകാരം കടുത്ത ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരാം. ഭീഷണിപ്പെടുത്തൽ, മാനസികമോ ശാരീരികമോ ആയ പീഡനം, ലൈംഗിക പീഡനം, ആക്രമണം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യയിലേക്കുള്ള പ്രേരിപ്പിക്കൽ എന്നിവയെല്ലാം ക്രിമിനൽ ഉത്തരവാദിത്തത്തിലേക്ക് നയിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഓരോ വ്യക്തിക്കും അന്തസ്സോടെയും മാന്യതയോടെയും ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകിയിട്ടുണ്ട്. റാഗിംഗ് ഈ അടിസ്ഥാന അവകാശത്തിന്റെ നിയമലംഘനമാണ്.